നെഹമ്യാ അധ്യായം 13. നെഹമ്യായുടെ നവീകരണങ്ങൾ. ആ ദിവസം ജനം കേൾക്കെ മോശെയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു: അമ്മോന്യരെയും മോവാബ്യരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണ് അവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി. എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയമുറികളുടെ ചുമതലക്കാരനുമായ എലിയാശിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലേമിലുണ്ടായിരുന്നില്ല. ബാബിലോൺ രാജാവായ അർത്താക്സർക്സസിൻ്റെ 32-ാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി. എലിയാശിബ് ദേവാലയാങ്കണത്തിൽ തോബിയായ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ഠനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു. ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിന് എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു. ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ശെലമിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവ്യനായ പെദായായെയും അവർക്ക് സഹായത്തിന് സക്കൂറിൻ്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എൻ്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം സാബത്തിൽ മുന്തിരിച്ചക്ക് ആട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും മറ്റ് ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടയറിൽ നിന്ന് വന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാബത്തിൽ യൂദായിലെയും ജെറുസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. സാബത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്! നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്? എന്നിട്ടും സാബത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാബത്തിന് മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിൻ്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാബത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറുസലേമിന് വെളിയിൽ 1-2 പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു: നിങ്ങൾ എന്താണ് മതിലിന് മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മോവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതിപ്പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെക്കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു: നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെക്കൊണ്ട് പോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ
പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാശിബിൻ്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണ്യനായ സൻബലാത്താത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ.